ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാനവരാശിയുടെ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. ഒരുപാട് വിഷമതകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ മക്കളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇപ്പോൾ അവരുടെ ബിരുദ പഠനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ബിരുദ സർട്ടിഫിക്കറ്റുകളേക്കാൾ ഉപരി നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ സ്കില്ലിനെ, നിങ്ങളുടെ നൈപുണ്യത്തെ മാത്രം വിലമതിക്കുന്ന ഒരു കാലത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടാൻ രസതന്ത്രം ഒരു വഴിയായി തിരഞ്ഞെടുക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈയുള്ളവൻ്റെ എളിയ ശ്രമം. ഞാൻ ഡോക്ടർ ഫസൽ എടക്കോട്ട്, സർ സയ്യിദ് കോളേജിലെ രസതന്ത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥി ഒരു BSc കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ രസതന്ത്രത്തിൽ ബിരുദത്തിന് തയ്യാറെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര വർഷമാണ് ഈ ഡിഗ്രി? ഈ ഡിഗ്രിയിൽ എത്ര സെമസ്റ്ററുകളുണ്ട്? ഓരോ സെമസ്റ്ററിലും എത്ര പേപ്പറുകളുണ്ട്? എത്ര പ്രാക്ടിക്കൽ പരീക്ഷകളുണ്ട്? ഈ പരീക്ഷകളൊക്കെ പാസ്സായാൽ എന്തൊക്കെയാണ് ഉപരിപഠന സാധ്യതകൾ? ഈ ഉപരിപഠനങ്ങളൊക്കെ നടത്തിയാൽ എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ? ഇതൊക്കെ നമ്മൾ വളരെ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ മക്കൾക്ക് കാലത്തെ വിജയകരമായി അതിജീവിക്കണമെങ്കിൽ കാലേക്കൂട്ടിയുള്ള പ്ലാനിംഗ് അത്യന്താപേക്ഷിതമാണ്. എൻ്റെ ഈ എളിയ ശ്രമം തളിപ്പറമ്പിലെ സർ സയ്യിദ് കോളേജിലെ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ല് ബിരുദം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമായ എക്സിഗോയുടെ ഭാഗമാണ്. ഞാൻ BSc കെമിസ്ട്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. BSc കെമിസ്ട്രി എന്ന് പറയുന്നത് 6 സെമസ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന 3 വർഷത്തെ പ്രോഗ്രാമാണ്. BSc കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കെമിസ്ട്രിയാണ് ഇതിലെ പ്രധാന വിഷയം. കെമിസ്ട്രിയോടൊപ്പം 2 കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ്. അത് മാത്തമാറ്റിക്സും ഫിസിക്സുമാണ്. ഇതോടൊപ്പം 2 ലാംഗ്വേജുകളും നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് ഈ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ആസ് എ കോമൺ കോഴ്സ്. ബിരുദം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് പഠിക്കേണ്ടതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി. രണ്ടാമത്തത് സെക്കൻഡ് ലാംഗ്വേജാണ്. ഈ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആവാം, മലയാളമാവാം, അറബിക്കാവാം. ഇത്രയും ഓപ്ഷനാണ് സർ സയ്യിദ് കോളേജിൽ നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ സെമിസ്റ്ററിൽ എത്ര പേപ്പറുകളാണെന്ന് നോക്കാം. ഒന്നാമത്തെ സെമിസ്റ്ററിൽ ഈ ചാർട്ടിൽ കാണിച്ചതുപോലെ 2 ഇംഗ്ലീഷ് പേപ്പറുകളും 1 സെക്കൻഡ് ലാംഗ്വേജ് പേപ്പറും, അതോടൊപ്പം സബ്സിഡിയറി സബ്ജക്റ്റായ മാത്സിലെയും ഫിസിക്സിലെയും ഓരോ പേപ്പറും, മെയിൻ സബ്ജക്റ്റായ കെമിസ്ട്രിയിലെ 1 പേപ്പറും ഉണ്ടായിരിക്കുന്നതാണ്. മൊത്തത്തിൽ 6 പേപ്പറുകളാണ്. അതിൽ 3 ഭാഷാ പേപ്പറും, 2 സയൻസ് സബ്ജക്റ്റും, 1 മാത്തമാറ്റിക്സുമാണ്. ഇതേ പാറ്റേൺ തന്നെയാണ് സെക്കൻഡ് സെമിസ്റ്ററിലും ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വന്നാൽ, 3rd സെമിസ്റ്ററിൽ നേരത്തെ 2 ഇംഗ്ലീഷ് പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കിവിടെ ഉണ്ടാവുക 1 ഇംഗ്ലീഷ് പേപ്പർ മാത്രമാണ്. അതോടൊപ്പം 1 സെക്കൻഡ് ലാംഗ്വേജും 2 കോംപ്ലിമെൻ്ററി സബ്ജക്റ്റും 1 മെയിൻ സബ്ജക്റ്റുമാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുണ്ടാവുക. 4th സെമിസ്റ്ററിലും ഇതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. മൊത്തത്തിൽ 5 പേപ്പറുകളാണ്. ഇതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, സെക്കൻഡ് ഇയറിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് 2 പ്രാക്ടിക്കൽ പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങളുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതും, രണ്ടാമത്തത് സബ്സിഡിയറി സബ്ജക്റ്റായ ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അവസാന വർഷത്തിലേക്ക് വരുമ്പോൾ 5th സെമസ്റ്ററിൽ നിങ്ങൾക്കുണ്ടായിരിക്കുക
4 മെയിൻ പേപ്പറുകളും, 4 മെയിൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഓർക്കുക അത് കെമിസ്ട്രിയാണ്. അതോടൊപ്പം ഒരു ഓപ്പൺ കോഴ്സ് പേപ്പറും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഓപ്പൺ കോഴ്സ് കെമിസ്ട്രിക്ക് പുറമേയുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി 6ാമത്തെ സെമിസ്റ്ററിലേക്ക് വരുമ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ്. പക്ഷേ എലക്റ്റീവ് കോഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾ വിത്തിൻ കെമിസ്ട്രി ഒരു സബ്ജക്റ്റാണ്, ഒരു സ്പെഷ്യലൈസ്ഡ്, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് പേപ്പറാണ് നിങ്ങൾക്കുണ്ടായിരിക്കുക. അതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫൈനൽ ഇയറിൽ അവസാനമെത്തുമ്പോൾ വർഷാവസാനം നിങ്ങൾക്ക് 3 പ്രാക്ടിക്കൽ പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഫിസിക്സ്, അത് കെമിസ്ട്രിയിലെ ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും സെപ്പറേറ്റായി നടത്തും. ഇനി നമുക്ക് ഒരു വിദ്യാർത്ഥി രസതന്ത്രത്തിൽ ബിരുദം നേടിക്കഴിഞ്ഞാലുണ്ടാകുന്ന വിവിധ കഴിവുകളെക്കുറിച്ച്, നൈപുണ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ഗണിതം പോലെയുള്ള നേരത്തെ പഠിച്ചെടുത്ത കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു കഴിവിനെയാണ്. രണ്ടാമത്തത് അഡ്വാൻസ്ഡ് മാത്സ്. വിപുലമായ രീതിയിലുള്ള ഗണിതം പഠിച്ചു കഴിഞ്ഞാലേ അയാൾക്ക് രസതന്ത്രത്തിൽ ബിരുദം നേടാനാകും. മൂന്നാമത്തത് സ്പേഷ്യൽ റീസണിങ്. കെമിസ്ട്രിയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ഒരു മെട്രോ സിറ്റിയിലേക്ക് ആദ്യമായി മറ്റൊരാളുടെ കൂടെ പോവുകയും അതിനുശേഷം അയാൾക്ക് അവിടെ നിന്ന് സ്വന്തമായി ആത്മവിശ്വാസത്തോടെ തിരിച്ചു വരാനുള്ള ഒരു കഴിവുണ്ടാവുകയും ചെയ്താൽ നമുക്ക് പറയാം അയാൾക്ക് സ്പേഷ്യൽ റീസണിങ് അത്യാവശ്യമുണ്ട്. ഇനി ലബോറട്ടറി എക്സ്പീരിയൻസ് ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്നത് ശക്തമായ നിരീക്ഷണ പാഠവും വ്യക്തമായി നെല്ലും പതിരും തിരിച്ചെടുക്കാനുള്ള കഴിവും ഫലപ്രദമായി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുമാണ്. കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് വിവിധ പുതിയ മോഡലിംഗ്, അതായത് സ്പെഷ്യൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഴിവാണ്. സയൻറ്റിഫിക് ഇൻക്വയറി ത്രൂ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും അതിനുള്ള സന്നദ്ധതയുമാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തിനൊക്കെ സൂട്ടാണ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഫൈനാൻസിൽ ജോലി ചെയ്യാം, കൺസൾട്ടിങ്ങിൽ ജോലി ചെയ്യാം, മെഡിസിനിൽ ജോലി ചെയ്യാം, ഫാർമസ്യൂട്ടിക്കൽസിൽ ചെയ്യാം, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്ങിൽ ഉദ്ദേശിക്കുന്നത് വ്യാവസായികമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യാം, ടെക്നോളജിയിൽ ജോലി ചെയ്യാം, ബിസിനസ്സിൽ ജോലി ചെയ്യാം, അദ്ദേഹത്തിന് ഒരു ടീച്ചറുമാവാം. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ബെറ്റർ ക്വാളിഫിക്കേഷൻ അട്രാക്ട് മച്ച് ബെറ്റർ ജോബ്സ്. നിങ്ങൾക്ക് കൂടുതൽ ഡിഗ്രി ഉണ്ടെങ്കിൽ, കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉന്നതമായ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ BSc കെമിസ്ട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചാണ്. ആദ്യമായി MSc മാസ്റ്റർ ഓഫ് സയൻസ്. BSc മീൻസ് ബാച്ചലർ ഓഫ് സയൻസ്. നിങ്ങൾക്കത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് സയൻസിന് പോകാം. അതിന് നമ്മൾ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം ഇൻ കെമിസ്ട്രി എന്ന് പറയും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ PhD എടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആവാം. ഇതാണ് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഉപരിപഠനം. ഇനി BSc കഴിഞ്ഞാൽ നിങ്ങൾ MScക്കാണ് പോവുക. ഈ BSc കഴിഞ്ഞാൽ MScക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സൗകര്യങ്ങളുള്ള, ഉന്നതമായ അക്കാദമിക നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ മാസ്റ്റർ ഓഫ് സയൻസിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. ആ കാര്യം ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആരാണോ ഇന്ത്യയിലെ
ഏറ്റവും ഉന്നതമായ പ്രമുഖമായ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന്, ഉദാഹരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഐസർ, NIT, നൈസർ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മാസ്റ്റർ ഓഫ് സയൻസ് കരസ്ഥമാക്കുന്നത് അവർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ അക്കാദമിക തലത്തിൽ അല്ലെങ്കിൽ ഗവേഷണ തലത്തിൽ വലിയ ഡിമാൻഡാണ്. കാരണം ഇവിടങ്ങളിലൊക്കെ ഗവേഷണത്തിന് കൂടുതൽ സാധ്യതയുള്ളതും കൂടുതൽ ഊന്നൽ നൽകുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, MSCക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്നതിന് പകരമായി നിങ്ങൾക്ക് MSCക്കും PhDക്കും ഒന്നിച്ച് അഡ്മിഷൻ ലഭിക്കാം. അതിന് പറയുന്ന പേര് ഇൻ്റഗ്രേറ്റഡ് MSc എന്നാണ്. ഈ ഇൻ്റഗ്രേറ്റഡ് MSCക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ പേര് IIT JAM എന്നാണ്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപ്പിയർ ചെയ്യാനുള്ള ഒരു പരീക്ഷയാണ് IIT JAM. ഇതോടൊപ്പം മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്, ഇന്ന് ലോകം ഒരു വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്ത് പോയി മാസ്റ്റർ ഓഫ് സയൻസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് MS എന്നാണ്, മാസ്റ്റർ ഓഫ് സയൻസ്. നിങ്ങൾ വിദേശത്താണ് നിങ്ങളുടെ ബിരുദാനന്തര ബിരുദം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് MS എന്നാണ്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നു, എനിക്ക് ജർമ്മനിയിൽ പോയി പഠിക്കണം, അമേരിക്കയിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടനിൽ പോയി പഠിക്കണം, ലോകോത്തര സർവകലാശാലയിൽ പോയി എനിക്ക് ബിരുദാനന്തര ബിരുദം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മിനിമം രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. GRE എന്ന് പറയുന്ന ഒരു പരീക്ഷയും, അതോടൊപ്പം GRE എന്ന് പറയുന്നത് സ്കോളർഷിപ്പിനെ ഉദ്ദേശിച്ചാണ്. അതോടൊപ്പം TOEFL അല്ലെങ്കിൽ IELTS, ഇത് നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷയാണ്. ഇത് രണ്ടും നിങ്ങൾ പാസ്സാവേണ്ടതുണ്ട്. ഇനി നിങ്ങൾ GRE പരീക്ഷ പാസ്സായില്ല, നിങ്ങൾ IELTSഉം TOEFLോ ഇതിലേതെങ്കിലും ഒന്നാണ് പാസ്സായതെങ്കിൽ ധാരാളം സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഗവൺമെൻറ് തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വിവിധ സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് DAAD, എറാസ്മസ്, ഈ രണ്ട് എണ്ണവും നിങ്ങൾക്ക് ജർമ്മൻ സർവകലാശാലകളിൽ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പുകളാണ്. ഇനി നിങ്ങൾ കെമിസ്ട്രിയിൽ BSc കെമിസ്ട്രി കഴിഞ്ഞു, നിങ്ങൾ കെമിസ്ട്രിയിൽ തന്നെ നിങ്ങളുടെ കരിയർ കെട്ടിപ്പിടിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ധാരണ തരാം. എന്താണ് നല്ല ഹൈ പ്രൊഫൈൽ ജോബ്, ഏതൊക്കെയാണ് ഒരു കെമിസ്ട്രി ഗ്രാജുവേറ്റിന് അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയിൽ കരിയർ ആഗ്രഹിക്കുന്ന ആൾക്ക് ലഭിക്കുക എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് എൻ്റർപ്രണർ, നിങ്ങൾക്കൊരു വ്യവസായ സംരംഭകനാവാം. കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് ഐഡിയകളുടെ വ്യാവസായികമായി വിറ്റ് കാശാക്കാനുള്ള ഒരുപാട് ഐഡിയകളുടെ വിളനിലമാണ് എന്നത് മറക്കാതിരിക്കുക. രണ്ടാമത്തത് സയൻറ്റിസ്റ്റ്, നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് റിസർച്ച് ലാബിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് റിസർച്ച് ലാബിലോ നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റ് ആവാം. മൂന്നാമത്തത് ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർവകലാശാലകളിൽ, ലോകത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നിയമനം വാങ്ങി അവസാനം നിങ്ങൾക്ക് പ്രൊഫസറാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ലോകോത്തര ലാബുകളിൽ നിങ്ങൾക്ക് റിസർച്ച് അസിസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കെമിസ്റ്റ് ആവാം. ഇതൊക്കെയാണ് ഹൈ പ്രൊഫൈൽ ജോബ്സ് ഇൻ കെമിസ്ട്രി. ഇനി നിങ്ങൾ BSc കെമിസ്ട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അവസരങ്ങളാണ് മുന്നിലുള്ളത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അവസരം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒന്നുകിൽ MS അല്ലെങ്കിൽ MSc ബൈ ഗിവിങ് IIT JAM ഓർ JEE. നിങ്ങൾക്ക് IIT JAM എഴുതിയിട്ട് MScക്ക് പോവാം, IIT പോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അല്ലെങ്കിലും അഡ്മിഷൻ കിട്ടും സർ സയ്യിദ് കോളേജ് പോലത്തെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലത്തെ വിവിധ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് സയൻസിന് അഡ്മിഷൻ നേടാം. രണ്ടാമത്തത് MS ആണ്, നേരത്തെ പറഞ്ഞതുപോലെ ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ MSന് പോവാം. രണ്ടാമത്തെ ഓപ്ഷൻ ഒരുപാട് സാധ്യതകളുള്ളതാണ്. നിങ്ങൾക്ക് B.Edന് പോകാം. നിങ്ങൾക്ക് B.Edന് പോയാൽ നിങ്ങൾക്ക് ഹൈസ്കൂളിലെ ഒരു ടീച്ചറായി നിയമനം നേടാം. മൂന്നാമത്തെ കാര്യം, അക്വയറിങ് എ ഷോർട്ട്
ടേം കോഴ്സ് ടു സ്പെഷ്യലൈസ് ഇൻ എനി കെമിക്കൽ ഫീൽഡ്. ധാരാളം ആയിരക്കണക്കിന് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായശാലകളിലുണ്ട്. അവിടങ്ങളിലൊക്കെ ഓരോ പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്ത പ്രത്യേക നൈപുണ്യമുള്ള ആൾക്കാരെ അവർ ഒരുപാട് ഡിമാൻഡുണ്ട്. അത്തരം കോഴ്സുകൾ ലഭ്യമാണ്. അതിന് നമ്മൾ ഡിപ്ലോമ എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ഏരിയയിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്ലോമ ചെയ്യാം. അതുപോലെ ഇത്തരം വ്യവസായ സ്ഥാപനങ്ങളിലും ലാബുകളിലും നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാം. അതായത് ഷോർട്ട് ടേം കോഴ്സ് ഡിപ്ലോമ, നിങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് പോവാം. നാലാമത്തത് ഗിവ് കാറ്റ് ഓർ ഇപ്സാറ്റ് ആൻഡ് ഓപ്റ്റ് ഫോർ MBA. നിങ്ങളൊരു BSc കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം ഒരു ഫീൽഡ് ചേഞ്ചാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് MBAക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾക്ക് കാറ്റ് എക്സാമോ ഇപ്സാറ്റ് എക്സാമോ എഴുതാം. നിങ്ങൾ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇത്തരം എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നത്. ഇനി അടുത്ത പോസിബിലിറ്റി, നിങ്ങൾക്ക് UPSC പരീക്ഷ എഴുതാം. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തസ്തികകളിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നിങ്ങൾക്ക് UPSC പരീക്ഷ എഴുതാം, ഒരു ജോലി കരസ്ഥമാക്കാം. ഇനി നിങ്ങൾ എയർഫോഴ്സ്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അഭിനിവേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതാം, എയർഫോഴ്സിലേക്ക് എൻ്റർ ആവാം. UPSC കമ്പൈൻഡ് ഡിഫൈൻഡ് സർവീസ്, പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ ഇതിലൊരു റിക്വയർമെൻറ്റ് കെമിസ്ട്രി തന്നെയാണ്. ഇത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഫീൽഡാണ്. നിങ്ങൾക്ക് കമ്പൈൻഡ് ഡിഫൈൻഡ് സർവീസ് എക്സാം എഴുതിയിട്ട് അത്തരം സ്ഥാപനങ്ങളിലേക്ക് എൻട്രി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് ജില്ലാ കളക്ടറോ ആ രീതിയിലുള്ള ഏതെങ്കിലും തസ്തികയിലേക്ക് നിങ്ങൾക്ക് പോവാം. അതോടൊപ്പം കുട്ടി വായിക്കേണ്ടത് IAS പോലെ കേരളത്തിലും KAS എന്ന് പറയുന്ന ഒരു പ്രത്യേക പരീക്ഷ നടത്തുന്നുണ്ട് എന്നത് ഓർമ്മയിലിരിക്കട്ടെ. SPI പ്രൊബേഷണറി ഓഫീസർ എക്സാം, നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ പരീക്ഷ എഴുതാം. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ്, റെയിൽവേ എന്ന് പറയുന്നത് വളരെ ലാഭകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംരംഭമാണ്. അവിടെ നല്ല വേതനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി തരപ്പെടുത്താം. അടുത്തത് LLB ആഫ്റ്റർ ഗിവിംഗ് ക്ലാറ്റ്. നിങ്ങൾ 3 വർഷത്തെ ബിരുദം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ LLB അക്വയർ ചെയ്യാം. അടുത്തത് IBPS, അതും പ്രൊബേഷണറി ഓഫീസ് മാനേജ്മെൻറ്റുമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഈ പരീക്ഷയും എഴുതാം. ഇത്രയുമാണ് നിങ്ങൾക്ക് പൊതുവിൽ ഒരു BSc കെമിസ്ട്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ജോലി സാധ്യതകൾ. അതോടൊപ്പം വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള കെമിസ്ട്രി ഗ്രാജുവേറ്റിന് മാത്രം റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില സാധ്യതകളുണ്ട്. അത് ഒന്നാമത്തത് എക്സിക്യൂട്ടീവ് കെമിസ്റ്റ് ഇൻ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. രണ്ടാമത്തത് സയൻറ്റിഫിക് ഓഫീസർ ഇൻ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. മൂന്നാമത്തത് സയൻറ്റിഫിക് പൊസിഷൻ ഇൻ DRD, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റൽ ഓർഗനൈസേഷൻ. ഈ 3 സാധ്യതകൾ നിങ്ങൾ BSc കെമിസ്ട്രി കഴിയുമ്പോൾ നിർബന്ധമായും ആലോചിക്കേണ്ടതാണ്. ഈ പരീക്ഷകളിലൊക്കെ അപ്പിയറും ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് നിങ്ങളുടെ BSc കെമിസ്ട്രിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് വിജയകരവും സുശക്തവും സുന്ദരവുമായ ഒരു കരിയർ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഡു ദ ബെസ്റ്റ്.